2-3 മാസമായിട്ട് കേടായി കിടന്നിട്ടുള്ള 2 പ്രൊഡക്റ്റുകളും, ഒരു ഹെഡ്സെറ്റും ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്കൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം. ഇത് പഴയൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ അത് ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം താഴത്ത് വീണ അതിൻ്റെ സ്പീക്കറൊക്കെ കംപ്ലൈൻ്റ് ആയി. ഞാൻ വേറൊരു ചെറിയ സ്പീക്കറൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനൊന്നും കറക്റ്റ് അങ്ങോട്ട് സൗണ്ട് വരുന്നില്ല. അപ്പോൾ JBLൻ്റെ ഒരു ഹെഡ്സെറ്റ് ഇതേപോലെ വയറ് പൊട്ടി കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്ലൂടൂത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയാലൊന്ന് വിചാരിച്ച് ചെയ്ത് നോക്കണതാണ്. റെഡി ആവുമെന്ന് നോക്കാം നമുക്ക്. കണ്ടില്ലേ വയറൊക്കെ പൊട്ടിയിട്ടിരിക്കണേ. ഞാനത് ഒരു പ്രാവശ്യം റെഡിയാക്കാൻ നോക്കിയ ആ സ്പീക്കർ ഉണ്ടല്ലേ, ചെറിയ ലാപ്ടോപ്പിൻ്റെ സ്പീക്കർ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് നോക്കിയതാണ്. പക്ഷെ സൗണ്ട് വിചാരിച്ച അത്ര അങ്ങോട്ട് എൻ്റെ പഴയ സ്പീക്കറിൻ്റെ അത്ര കിട്ടിയില്ലേ. നമുക്ക് അതിൻ്റെ ബോർഡും സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ വയർ വിട്ട് എടുക്കുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ വിട്ട് എടുക്കണം തോന്നുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഓണാക്കുമ്പോൾ ജസ്റ്റ് സൗണ്ടൊക്കെ വന്നിരുന്നു. ചെറിയ വയറുകളാണ് അത്. അതിൻ്റെ സോൾഡറിങ് കാര്യങ്ങളൊക്കെ അത്രയും മൈന്യൂട്ടാണ്. അത് നമുക്കത് വീണ്ടും കുറച്ച് പുതിയ വേറെ വയറുകളൊക്കെ എടുത്ത് നമുക്ക് സോൾഡർ ചെയ്ത് റെഡിയാക്കണം. പിന്നെ നമുക്കിതിലൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ മോണോ മാത്രമേ കിട്ടുള്ളൂ, സ്റ്റീരിയോ കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ബോർഡ് മോണോ ബോർഡാണ്. വെച്ചാൽ ബ്ലൂടൂത്ത് സ്പീക്കറിന് ഒരു സിംഗിൾ സ്പീക്കറല്ലേ ഉള്ളൂ. അപ്പോൾ അത് മോണോ ബോർഡാണ് ഉണ്ടാവുക, സ്റ്റീരിയോ കിട്ടില്ല. നമുക്കിതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ബാറ്ററിയുടെ വയറൊക്കെ വിട്ട് ഇടുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് ബാറ്ററിയുമ്പോൾ വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. നമുക്കിനി ആ ബോർഡിൽ സ്പീക്കറിൻ്റെ വയറുകൾ പുറത്തേക്ക് എടുക്കാനായിട്ട് ആ JBLൻ്റെ ഇതിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് 2 വയറുകൾ വേറെ എടുക്കാം. കാരണം വെച്ചാൽ JBLൻ്റെ വയർ അത്ര സോൾഡറിങ് അത്ര പെർഫെക്റ്റ് അല്ല. അതിൽ വയറ് മൈന്യൂട്ട് വയറാണ്, പിന്നെ അത്ര അങ്ങോട്ട് സോൾഡറിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വയറല്ല. അതുകൊണ്ട് നമുക്ക് വേറെ 2 വയർ സോൾഡർ ചെയ്തതിന് ശേഷം ഇതിലേക്ക് കൊടുക്കാം. ഇതിലേക്ക് ജോയിൻ ചെയ്ത് സോൾഡർ ചെയ്ത് കൊടുക്കാം. ബാറ്ററിയുടെ വയർ നമുക്ക് ബോർഡിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. സോൾഡർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ നമ്മൾ കുറച്ച് മുകളിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റ് ആ തല വന്നിട്ട് ആ സോൾഡർ ചെയ്യുന്ന ഭാഗം കവറായി പോയി. പിന്നെ വീഡിയോ എടുത്ത് നോക്കിയതിന് ശേഷം അത് മനസ്സിലായത് കറക്റ്റായിട്ട് ആ ഭാഗം കവറായി നിൽക്കാമെന്ന്. പക്ഷേ ഒരുവിധം നമുക്ക് കാണാണ്ട് ഒരു വിധം, എന്നാലും ആ ഭാഗം ഒരുവിധം കുറച്ച് ഭാഗം നമുക്ക് കവറായി പോയി. നമുക്കിനി സോൾഡർ ചെയ്ത വയറും JBLൻ്റെ വയറായിട്ട് നമുക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് വയറൊന്ന് പിരിച്ച് ജോയിൻ ചെയ്തതിന് ശേഷം ഒന്ന് സോൾഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. കാരണം JBLൻ്റെ വയർ ഞാൻ പറഞ്ഞ പോലെ അത്ര സോൾഡറിങ് ഫ്രണ്ട്ലി അല്ല,
കുറച്ച് സോളിഡ് ഒന്ന് പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് പേസ്റ്റൊക്കെ നന്നായി ചെയ്താലും സോൾഡറിങ് വയറിൽ പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നന്നായി പിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി നന്നായിട്ട് അത് പിടിച്ചിരുന്നോളും. നമുക്കിനി ഇത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ആ വയറുകളുടെ ജോയിൻറ്റിൽ ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം വെച്ചാൽ സോൾഡറിങ് കുറച്ച് കഴിഞ്ഞ് നമുക്കതിൽ എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ സോൾഡറിങ് വിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വയർ എന്തെങ്കിലും ചെറിയ അങ്ങോട്ട് കൊണ്ട് ട്വിസ്റ്റ് ആയാൽ തന്നെ ആ സോൾഡറിങ് വിടാനോ അതുപോലെ വയർ വിടാനുള്ള സാധ്യത വളരെ കുറയ്ക്കാം.
കുറച്ച് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ ജസ്റ്റ് അതിന് മുകളിൽ ഒട്ടിച്ച് വയ്ക്കുക. പിന്നെ ജസ്റ്റ് ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഒന്ന് ചുറ്റി കൊടുക്കുക, ജസ്റ്റ് അത് ഇളകാതിരിക്കാനായിട്ട്. നമ്മളിപ്പോൾ ഇത് ഓണാക്കി, അതിൻ്റെ ലൈറ്റൊക്കെ ഓണായി. നമുക്ക് സൗണ്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, അടിപൊളിയായിട്ടുണ്ട്, സൗണ്ടൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്.